27 കോടി എന്തായി? അതെന്തായി? അതെന്തായി? അതെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഫോം ആവാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ ഫോം ആവേണ്ട പന്ത് പേടെ ഫോമായി അല്ല, അതാണ് പറഞ്ഞത്. ഈ കളിയോട് കൂടി പന്ത് CSK എതിരെ ഒരു 60 റൺ അടിച്ചു. അതിനുള്ള തുള്ളലോ ഒന്നുമല്ല. ബാക്കി കളികളിൽ ഒന്നും മൂപ്പര് ഫോമില്ല. CSK എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറി ഇങ്ങനെ കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ്. CSKന്റെ എല്ലാരും പോയി അടിച്ചു നേരത്തെ. എന്നിട്ട് ആവൂരായിട്ട് എല്ലാരും അടിച്ചു പോയി അടിച്ചാണ്ട് ഇതോ ഞങ്ങളെ 27 കോടി മുതലായോ ഒച്ചപ്പാടുണ്ടാക്കിയത്. ഇപ്പൊ എന്തായി? അതിന് ശേഷമുള്ള കളി മോശം. ഒരു കഥ നിങ്ങളെ കഥ. പിന്നെ കഴിഞ്ഞ കളി ഇപ്പൊ രാജസ്ഥാനായിട്ട് ജയിച്ചെന്നുള്ള ജയിക്കാനോ? രാജസ്ഥാന് അതാണ് ഇപ്പൊ അവസ്ഥ. അവസാനം വെച്ച് ജയിക്കാനുള്ള കളികൾ തോൽക്കുക എന്നുള്ളതാണ് അവരെ അതെങ്ങനെ തോൽക്കാം എന്നുള്ള ഒരു ഗവേഷണം നടത്തുക എന്ന് പോലും ഇവിടെ സംശയമുണ്ട്. അത് ജയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് വരണ്ട. കഴിഞ്ഞ കളി ഞങ്ങളായിട്ട് നമ്മളെ മുന്നിൽ ഒരു കളി മുട്ടിയല്ലോ. അന്ന് എന്തുണ്ടായി? നിങ്ങൾ പൊട്ടി, ഇന്നും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പകരം വീട്ടും നിങ്ങളെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ വലിയ കുറ്റം പറഞ്ഞത് 27 കോടി അത് നോക്കി ഇന്നത്തെ കളി ദിവസമാണ്. മാർച്ചിനും പൂർണ്ണയും പ്രതീക്ഷിച്ചാണ് പറഞ്ഞെങ്കിൽ ആ കത്തിച്ചില് കഴിച്ചിട്ട് കഴിഞ്ഞ 2-3 കളിയായിട്ട് ആ കത്തണില്ല. കഴിഞ്ഞ 3 കളിയില് മൂപ്പര അവരെ കളി നോക്കി കഴിഞ്ഞിക്കണ് അടുത്തച്ചിക്കണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നല്ല ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് പൂർണ്ണക്കൊക്കെ എന്താ പ്രശ്നം? എന്താ അവർക്ക് ഇതന്നെ പ്രശ്നം. കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് കളി അടിച്ചിപ്പോ അടിച്ചിട്ടില്ല. ആ മാർക്കറ എന്തൊക്കെ കാട്ടുന്നോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കഴിഞ്ഞിക്കണേ പരിപാടി. അവസാനം വരുമ്പോ മില്ലറുണ്ട്. പന്ത് ഇന്നത്തോട് കൂടി ഫോമാവും. ബദോനി ഫോമിലെയും പോലെ പ്രതീക്ഷ. ആ ബദോനിയും മാർക്കറും കൂടി ഇങ്ങനെ കൊണ്ടുപോണേ. അതാണ് ഇപ്പൊ ടീം മൊത്തം എല്ലാവരും ഫോമിലാണ്. ഫോം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരുമിച്ചാവാത്തതിന്റെ പ്രശ്നം മാത്രമേ. അതാണ് ഒരുമിച്ച് അത് ആകൂലേ. ഞങ്ങള് രണ്ടാമതാ നിക്കണേ. നിങ്ങളെ അവസ്ഥ അതല്ല. ഒന്നാമത് മീൻ പിടിച്ചിങ്ങ നടക്കില്ലേ? ഒരു കളി കുറവായിരുന്നു. ഈ കളി ജയിച്ചതോടുകൂടി ഞങ്ങള് വീണ്ടും 12 പോയിന്റ് ആവും. അത്ര തന്നെ ഉള്ളൂ. അവര് GT ഒന്നാമത് എന്ന് പറഞ്ഞേക്കാൾ 2 പോയിന്റിൽ അവർക്ക് കൂടുതൽ. ഇന്നത്തോടുകൂടി അത് ശരിയാക്കാവുന്നുള്ളൂ. പിന്നെ നിങ്ങൾ തോറ്റ് തരണ്ട, തോൽപ്പിച്ചല്ലേ. കഴിഞ്ഞ കളി ഇപ്പൊ നിങ്ങൾ തോറ്റെന്നാ നിങ്ങളെ തോൽപ്പിച്ചല്ലേ. അതിന് അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് എറിഞ്ഞു ഇടാനുള്ള കഴിഞ്ഞ കളി മാത്രല്ല കിട്ടിയിട്ടുള്ളൂ. കിട്ടിയില്ലേ? ഇപ്പൊ ഈ IPL ഏറ്റവും ബെസ്റ്റ് ബൗളിംഗ് ഫിഗർ ആർക്കാ? സ്റ്റാർക്കിനാണ്. എല്ലാ കളികളിലും മൂപ്പര് നല്ല ഉസാറ് കളി. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ മാത്രമാണ് ഫോൾട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആവേശ് ഖാനും ആവേശ് ഖാനൊക്കെ ഓവർ ഡിഫെൻഡ് ചെയ്ത രീതി രാജസ്ഥാൻ റോയൽസ് ഡിഫെൻഡ് ചെയ്ത രീതി അത്രയും ചെറിയ ഞങ്ങളും അത് ഡിഫെൻഡ് ചെയ്ത് കളി ജയിച്ചിക്കണേ. ഞങ്ങൾ കളി ജയിച്ചിട്ടുണ്ട് മറ്റേ സൂപ്പർ ഓവറിൽ. സൂപ്പർ ഓവർ അല്ലേ? സൂപ്പർ ഓവർ അത് രാജസ്ഥാൻ സ്റ്റാർക്ക് എക്സാതി കയറിയിരുന്നു. അത് നിങ്ങൾ പറയണ്ടപ്പോ രാജസ്ഥാനിയല്ലേ? നിങ്ങൾ ഞങ്ങളത് കുറച്ച് കാണാൻ നിങ്ങളത് തീരില്ല. സൂപ്പർ ഓവർ ഒക്കെ സൂപ്പർ ഓവർ ചെയ്യണമെങ്കിൽ ഒരു മനക്കെട്ടി വേണം. രാജസ്ഥാന്റെ പ്രശ്നം കൊണ്ടല്ലേ നിങ്ങൾക്ക് കളി ജയിച്ചത് ഇപ്പൊ എങ്ങനെയാന്ന് എല്ലാവർക്കും 2 റൺ. ഞങ്ങൾ ഡിഫെൻഡ് ചെയ്ത് 2 റണ്ണല്ലേ? ഞങ്ങൾ ഡിഫെൻഡ് ചെയ്താണ്. ഓവറിന്റെ ഉള്ളിൽ ഡിഫെൻഡ് ചെയ്തു. അതിന്റെ പോലീസ് അങ്ങോട്ട് പറയാൻ 2 റണ്ണിന് ഞങ്ങളെ ഡൂപ്ലസ് ഇപ്പൊ പരിക്ക് മാറി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാര്യം എടുക്കാണ്ടാവൂല. ഓൾറെഡി ഇപ്പൊ ഡൂപ്ലസ് പരിക്കാണെന്നുള്ളതാണ് ഒരു പ്രശ്നം ഉള്ളത്. എല്ലാവരും മൂപ്പര് മലമറിച്ച് അടിച്ചു നിരത്തുന്നുണ്ട്. പിന്നെ കരുൺ നായർ ഫോമിലാണ്. വന്നു കാണാണ്ട് അടിച്ചാണ് മൂപ്പരൊക്കെ. പിന്നെ പിന്നാലെ സ്റ്റെപ്സിനെ പോലത്തെ ഒരു ടാലന്റഡ് വേറെ ഇല്ല. അതിന് അക്സർ പട്ടേല് ഇങ്ങക്ക് നിങ്ങളെ ബൗളിംഗ് ഒന്നും അഞ്ചായിക്കില്ല. ഇപ്പൊ മായങ്ക് യാദവിന് ഇറക്കൂല എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക നിങ്ങള്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. റാറ്റിന്റെ സൈൻ കഴിഞ്ഞ് അതൊക്കെ ആദ്യമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒരു കത്തിച്ചിലെ സ്പിന്നിന് മുമ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതൊന്ന് കാണാം ഒക്കെ കൂടി. ഏതായാലും ഒരു കളികൾ ഞങ്ങൾ തോറ്റല്ലേ? പകരം വീട്ടും ചെയ്യും.